റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹാഫള അലസ്സലാ മൻ ഹാഫള അലസ്സലാ മൻ ഹാഫള അലസ്സലാ, നിസ്കാരത്തിൽ ആരെങ്കിലും സൂക്ഷ്മത പുലർത്തിയാൽ, കൃത്യമായി നിസ്കരിച്ചു എന്നല്ല, ആ നിസ്കാരത്തിൽ ആരെങ്കിലും സൂക്ഷ്മത പുലർത്തിയാൽ കാനത്തു ലഹു നൂറൻ വ ബുർഹാനാ, അത് പ്രകാശമാണ്, അതവനൊരു രേഖയാണ്, അത് പ്രകാശമാണ്, അതവനൊരു രേഖയാണ്. ആരാ പറയുന്നത്? ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. നിസ്കാരത്തിൽ ആരെങ്കിലും സൂക്ഷ്മത പുലർത്തിയാൽ മൻ ഹാഫള അലസ്സലാ, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാ പോരാ, ഇങ്ങനെയെങ്കിലും സുജൂദ് ചെയ്താ പോരാ, ഒരു സൂക്ഷ്മതാ വിഷയത്തിൽ നിങ്ങൾ പുലർത്തിക്കഴിഞ്ഞാൽ കാനത്ത് ലഹു നൂറൻ വ ബുർഹാനാ, അതവന് പ്രകാശമാണ്, അതവന് തെളിവാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. എന്തോരു ആത്മീയതയുടെ വാക്കുകളാണത്. അതാ മനുഷ്യ ശരീരത്തിന് പ്രകാശമാണ് ഖബറിന്റെ അകത്ത്. മല്ലാ യുഹാഫിളു അലൈഹാ, നിസ്കാരത്തിൽ ആരാണ് സൂക്ഷ്മത പുലർത്താത്തത്? ലം യകുൻ ലഹു നൂറുൻ, അവനൊരു പ്രകാശവും ഖബറിന്റെ അകത്തില്ല. മാ ഖാറൂൻ, അവൻ ഖാറൂന്റെ കൂടെയാണ്. വഹാമാൻ, അവൻ ഹാമാന്റെ കൂടെയാണ്. ലോകത്ത് പടച്ചവനെ വെല്ലുവിളിച്ച ധിക്കാരി വർഗത്തിന്റെ വാലാട്ടികളോ അല്ലാഹുവിന്റെ കോടതിയിൽ ഇടഞ്ഞു നടക്കുന്നു, അത് ഭാഗ്യരാണവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, നിസ്കാരത്തിലെ സൂക്ഷ്മത നമ്മുടെ ഖബറിന്റെ അകത്ത് വിജയമാണ്. നിങ്ങൾക്കറിയോ, ഒരു മനോഹരമായ ചരിത്രം ഞാനെന്ന് പറഞ്ഞു തരട്ടെ. ചരിത്രം ഇഷ്ടപ്പെടുന്ന സംഭ്രമത്തുകാര്, സംഭ്രമത്തെപ്പോഴും പ്രസംഗത്തിന് വന്നാൽ ഒരു ചരിത്രമെന്ന് പറയണ ഉസ്താദേ, ഒരു ചരിത്രമെന്ന് പറയണ ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം ഇഷ്ടപ്പെടുന്ന എന്റെ സംഭ്രമം മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, മനോഹരമായ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ബഹുമാനപ്പെട്ട അബൂ സിനാർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, ജീവിതത്തിൽ 7 കാലം കാത്തിരുന്നിട്ടാണ് ഒരു മകനെ ലഭിക്കുന്നത്. മക്കളില്ലായിരുന്നു, മക്കള് വേണം മക്കള് വേണമെന്ന് പറഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹു പടച്ച തമ്പുരാൻ അവർക്ക് മക്കളെ കൊടുത്തു. അവസാനം ഒരുപാട് കൊല്ലം കാത്തിരുന്നതിന് ശേഷം ഒരു മകനെ കിട്ടി. മക്കളുടെ വില നമുക്കറിയില്ല. ഇന്ന് 1 1.5 ആവുന്നതിന് മുമ്പ് പ്രസവം നിർത്തുകയാണ്. എനിക്ക് 4 ആമക്കളാണ്. അല്ലാഹു തആല 4 പേരെയും ആലിമീങ്ങളും ആഫിദീങ്ങളും ആക്കി തരട്ടെ. ആയി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. മയ്യത്ത് കട്ടിലിന്, ചില മയ്യത്ത് കട്ടിലിന് 6 കാലുണ്ടാവും, ചിലതിന് 4 കാലുണ്ടാവും. 4 കാലിൽ ഇപ്പൊ 6 കാലുണ്ടെങ്കിലും 2 പേര് വേറെ ആരെങ്കിലും പിടിച്ചാലും എന്റെ 4 മക്കൾ വളർന്നു വന്നതിന് ശേഷമാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അവരെന്തായാലും എന്റെ മയ്യത്ത് കട്ടിലിന്റെ കാല് പിടിക്കുമല്ലോ. അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ, മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആലിമീങ്ങളും ആഫിദീങ്ങളുമായ മക്കൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കാൻ അല്ലാഹു നമുക്ക് ആ സൗഭാഗ്യം ചൊരിഞ്ഞതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾ വേണം സഹോദരങ്ങൾ. നമ്മുടെ പേരിൽ ദുആ ചെയ്യാനും യാസീൻ ഓതാനും എന്നും നമ്മൾ മറക്കാതെ. ഇപ്പോ ചെറിയൻകീഴ് ഉസ്താദ് ചെറിയൻകീഴ് എന്ന് വന്നാലും ഉസ്താദിന്റെ ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യുന്നത് ഉസ്താദ് ഒരു ആര്യമായതുകൊണ്ടാണ്. ഉസ്താദിന്റെ ബാക്കി എത്രയോ സഹോദരങ്ങൾ അവിടെയുണ്ട്, അവരെല്ലാ വെള്ളിയാഴ്ചയും പോയി ദുആ ചെയ്യണമെന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അതൊരു അറിവ് നമ്മുടെ മക്കൾ കിട്ടുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര ഉപ്പയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സമയത്തും അങ്ങനെ ദുആ കിട്ടൂല. അറിവുള്ളപ്പോൾ മനസ്സിന്റെ അകത്ത് തോന്നും, പേടി തോന്നും, ഇപ്പൊ ഖബറിലാണ് ഇന്നത്തെ അവസ്ഥ എന്താ. ഓരോ ദിവസവും ഖബറിലേക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് മാറാൻ വേണ്ടി എന്നും ദുആ ചെയ്യണം, എന്നും ദുആ ചെയ്യണം. അല്ലാഹു ഇവിടെ വന്നിരിക്കുന്നവരുടെ ഉമ്മമാർ ഉപ്പമാർ മരിച്ചുപോയവരാണെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ വന്നിരുന്ന സമയത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹ് പഠിച്ചവനെ ആ ഖബറുകളിലേക്ക് മജ്ലിസിന്റെ നന്മ നീ സമ്മാനപ്പൊതി എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അബൂ സിനാർ റളിയല്ലാഹു അൻഹുവിന് ആകെ കാത്തിരുന്ന് കിട്ടിയ ഒരു മകൻ, ബഹുമാനപ്പെട്ടവർ മരണപ്പെടുകയാണ്. അബൂ സിനാർ റളിയല്ലാഹു മരണപ്പെട്ടപ്പോൾ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അല്ലാഹുവേ സഹിച്ചു ക്ഷമിച്ചു നിൽക്കുകയാണ്, കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുവന്ന് അടക്കാൻ മനസ്സ് വരുന്നില്ല, അടക്കാതിരിക്കാൻ പറ്റുമോ? എത്ര സ്നേഹം തന്ന ഉപ്പയാകട്ടെ, എത്ര സ്വത്തൊരുക്കി തന്ന ഉപ്പയാകട്ടെ, ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചടക്കാതിരിക്കാൻ കഴിയില്ല.
അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ കരയാതെ പിടിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഉപ്പായ മയ്യത്ത് കുളിപ്പിച്ചപ്പോഴും കരയുന്നില്ല, പൊതിയുമ്പോഴും കരയുന്നില്ല. പക്ഷേ അബൂ സിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് മകനും കൂടെയുള്ള പരിവാരങ്ങളും അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിലേക്ക് നടന്നു പോവുകയാണ്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിന്റെ അകത്തേക്ക് പിതാവിന്റെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ അബൂ സിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോന് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു മാസക്കാലമായി തളർന്ന് വീട്ടിന്റെ അകത്ത് നടക്കാൻ കഴിയാതെ കിടന്ന പ്രിയപ്പെട്ട ഉപ്പയാ, അല്ലാഹുവേ, ഇന്ന് ഖബറിന്റെ അകത്ത് പച്ചമണ്ണിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പായ ഞാൻ ഇറക്കി വെക്കുകയാണ്. പച്ചമണ്ണിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പായ ഞാൻ ഇറക്കി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോ മുകൾ ഭാഗത്തിരുന്ന് കരയുകയാണ്. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഖബറിനുള്ളിലെ പിതാവിന്റെ രംഗമറിയാറ് ഞാൻ പിരിയൂല അല്ലാ. എന്റെ ഉപ്പയുടെ ഖബറിന്റെ അകത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരിക്കലും ഞാൻ പിരിയൂല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുപോലെ ഖബറിന്റെ അടുത്തിരുന്ന് കരയുകയാണ്. അങ്ങനെ ദുആ ചെയ്യുന്ന മക്കളെയാ നമുക്ക് വേണ്ടത്. അങ്ങനെ ദുആ ചെയ്യുന്ന മക്കളെയാ നമുക്ക് വേണ്ടത്. ഖബറിന്റെ അകത്തേക്ക് ഉമ്മായി ഇറക്കി വെച്ചിട്ട് ആ ഖബറിന്റെ അടുത്ത് നിന്ന് പോകാൻ കഴിയുന്നില്ല. യാസീൻ ഓതുകയാണ്, ഖുർആൻ ഓതുകയാണ്. നല്ല ശബ്ദത്തിലും നല്ല ശൈലിയിലും നിങ്ങൾക്ക് ഓതുന്ന മക്കളുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന കേൾന്നിട്ട് പച്ചിലകൾ പോലും പൊട്ടിക്കരഞ്ഞു എന്ന് മക്കയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോ അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങൾ ചിന്തിക്കുക. 2 ദിവസം മുമ്പ് കല്ലമ്പലം മടന്തപ്പച്ചയിൽ പ്രസംഗത്തിന് പോയപ്പോ രാജകുമാരി ജ്വല്ലറിയുടെ എംഡിയാര നിസാമുദ്ദീൻ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ മുസമ്മില്, കൊല്ലത്ത് ഓക്സ്ഫോർഡ് കോളേജിൽ പഠിച്ച ഹാഫിളായ മുസമ്മില്, ഞാൻ പറഞ്ഞു, മോനെ, ഹാഫിളീങ്ങളുടെ ഓതല് കേൾക്കാനാണ്, ഒരു 2 ആയത്തൊന്ന് ഓതുമോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ, അറിയാതെ മനസ്സു മക്കയിലെത്തിപ്പോയി, മദീനയിലെത്തിപ്പോയി. ആ പൊന്നുമോനൊരു 3-4 ആയത്തങ്ങോട്ട് സൂറത്തിൽ ഫതഹിന്റെ ആയത്തോറിയപ്പോ മനസ്സ് വല്ലാതെ കുളിർമ വന്നുപോയി. ഇതുപോലെ നിന്റെ ഖബറിന്റെ മുകൾ ഭാഗത്തിരുന്ന് നിന്റെ പ്രിയപ്പെട്ട മക്കളോതിയാൽ അതിനകത്ത് വെച്ച് നിന്നെ ശിക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയുമോ? അതിന്റെ അകത്ത് വെച്ച് നരകത്തിന്റെ തീ കൊണ്ട് ഖബറിന്റെ അകത്ത് വെക്കാൻ അല്ലാഹുവിന് കഴിയുമോ? ഒരിക്കലുമില്ല. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു കാരുണ്യവാനാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം ഞങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് നീ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. അബൂ സിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഇറക്കി വെച്ചിട്ട് പൊന്നുമോ ആ ഖബറിന്റെ മുകൾ ഭാഗത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. പോകാൻ മനസ്സ് വരുന്നില്ല. അവസാനം അബൂ സിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഭാഗത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ആ നാട്ടിലെ സ്വാലിഹുൽ മുർമി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ വന്നിട്ട് ആ പൊന്നുമോനോട് ചോദിക്കുന്ന, മോനെ, ഖബറിന്റെ ഭാഗത്തിരുന്ന് എല്ലാവരും പിരിഞ്ഞുപോയല്ലോ, നീ മാത്രം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ആ ബഹുമാനപ്പെട്ട പൊന്നുമോ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലേ, ആ ഉപ്പയുടെ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയാതെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് പിരിയൂല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിന്റെ അവസ്ഥ എന്തെന്ന് എനിക്ക് മനസ്സിലാകാറ് ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പിരിയൂല. എന്റെ വീട്ടിലേക്ക് എനിക്ക് മടക്കമില്ല. അവസാനം തളർന്ന് ആ ഖബറിന്റെ ഭാഗത്തിരുന്ന് പൊന്നുമോനങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പയെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. എന്റെ സംഭ്രമത്ത് MISന്റെ വിശാലമായ പരിപാടിക്ക് വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട പിതാവിനെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. മകൻ ചോദിക്കുന്ന, ഉപ്പ, ഖബറിന്റെ അവസ്ഥയൊന്ന് പറഞ്ഞു തരുമോ ഉപ്പ? ആ ഉപ്പ പറയുന്നു, പൊന്നുമോനെ, എനിക്ക് അല്ലാഹു
ഖബറിന്റെ അകത്ത് ഏറ്റവും നല്ല പ്രകാശം തന്നത് ഒരു അമലിന്റെ പേരിലാ. 36 ദിവസത്തോളം നിന്റെ പ്രിയപ്പെട്ട ഉപ്പ നടക്കാൻ കഴിയാതെ വീടിന്റെ അകത്തൊരു റൂമിന്റെ അകത്ത് തളർന്നു കിടന്നല്ലോ, നടക്കാൻ കഴിയാതെ തളർന്നു കിടന്നല്ലോ. 36 ദിവസം ശരീരം അനക്കാൻ കഴിയാതെ വീടിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ തളർന്നു കിടന്നല്ലോ. അബൂ സിനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, ആ തളർന്നു കിടന്ന സമയത്ത്, ആ സമയത്ത് പോലും ഒരു നേരത്തെ നിസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല. കാലനക്കാൻ കഴിയുന്നില്ല, കയ്യനക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് പോലും ഒരു നേരത്തെ നിസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല, ഒരു വഖത്ത് നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ആ ഒരു പരിഗണന വെച്ചുകൊണ്ട്, ആ ഒരു പുണ്യകർമ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഖബറിന്റെ അകത്തെപ്പോഴും പ്രകാശമാണ്. എന്റെ സംരംഭത്ത് വന്നിരുന്ന് ശബ്ദം ദ്രവിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന് കണക്കുണ്ടോ പൊന്നുമോനെ? അല്ലാഹു തന്ന ആഫിയത്തിന്റെ വലിപ്പം എത്രയാടാ ചെറുപ്പക്കാരാ? RCCയിലൊന്ന് ചെന്ന് നോക്ക് പൊന്നുമോനെ, RCCയിലൊന്ന് ചെന്ന് നോക്ക് പൊന്നുമോനെ. ശരീരം അനക്കാൻ കഴിയാത്തവര്, കൈകാലുകൾ അനക്കാൻ കഴിയാത്തവര്, ഒരിറക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്തവര്, ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആരോഗ്യമില്ലാത്തവര്, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, രോഗികളായി മരണപ്പെട്ടു പോയ എത്രയോ 18കാരികൾ, എത്രയോ 20കാരികൾ, 25കാരികൾ, എന്റെ സഹോദരിമാരെ, അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ വില നിനക്കറിയില്ല. 24 മണിക്കൂറും ചാനലുകളുടെ മുമ്പിലിരുന്നു കൊണ്ട് ഓരോ സീരിയൽ കണ്ട് അവസാനത്തിന് പുതിയ തുടങ്ങുമ്പോ വീണ്ടും കണ്ട് ചങ്ങലക്കെട്ടുകളെ പോലെ മനസ്സിനെ ബന്ധിപ്പിച്ചു പോയ പെണ്ണേ, പൊന്നുമോളെ മടങ്ങി വന്നു, പൊന്നുമോളെ മടങ്ങി വന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പൂർണ്ണമായും പടച്ചവന് തഖ്വ ചെയ്തവർക്കല്ലാതെ ഖബറിലും പരലോകത്തും വിജയിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. ഈ ബഹുമാനപ്പെട്ടവര് പറയുന്നു, 36 ദിവസത്തോളം ശരീരം അനക്കാൻ കഴിയാറ്, ശരീരം ചലിപ്പിക്കാൻ കഴിയാറ്, വീട്ടിന്റെ അകത്ത് ജീവച്ഛവമായി കിടന്ന സമയത്ത് പോലും ഒരു വഖത്ത് നിസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല.